ഞാൻ പറയുന്നത് ഇത്തരം പാസ്പോർട്ടുമായിട്ട് പോകുമ്പോൾ ഒരു മന്ത്രിക്ക് കിട്ടേണ്ട സ്വാഭാവികമായ പരിഗണന ലഭിക്കുവാൻ അവിടുത്തെ ആളുകൾ വേണം. ഞാൻ പറഞ്ഞത് അവിടുത്തെ എംബസി ഓഫീസേഴ്സ് ഒരു പക്ഷേ കണ്ടിന്യൂസ് 24 hours എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അതല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ഓഫീസ് വർക്കിനും സമയം ഉണ്ടാവുന്നതായി വിചാരിക്കുന്നത്. ഇത് കീഴ്വഴക്കമില്ല എന്നുള്ളത് കൊണ്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുള്ളതുകൊണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടോ അല്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഐ കനോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ മോർ ദാൻ ദാറ്റ്. ഞാനിതാണ് മനസ്സിലാക്കുന്നത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഒരു വാചകവും അദ്ദേഹം ഇത്തരത്തിലുള്ള എംബസിയുടെ സ്റ്റാഫിലുമെല്ലാം കാര്യത്തിലും വളരെ സാറ്റിസ്ഫൈ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഈ കേരളത്തിലെ ഒരു മന്ത്രിയും അതുപോലെ ഈ പറയുന്ന ദീണ ജോർജും ചെയ്യേണ്ടത് കേരളത്തിലെ ഈ മരുന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ആശുപത്രിയിൽ മരുന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതെങ്കിലും സ്തുത്യർഹമായി ചെയ്താൽ മതിയോ എന്നുള്ള അഭിപ്രായവും പൊതുവേ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ഉദ്യോഗസ്ഥനെയോ മുതലാളിയെയോ അതിൻ്റെ പ്രൊപ്പറേറ്ററെയോ കുറ്റപ്പെടുത്താനായിട്ടല്ല ഞാനൊന്നും പറഞ്ഞത്. പക്ഷേ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, അവർക്കെതിരെ യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടാവരുത് എന്ന വാശിയും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് അവിടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷിക്കുന്ന അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ആ സ്ഥലത്തിൻ്റെ ആ കെട്ടിട ഉടമയും ആ കമ്പനിയുടെ ചില ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ടർ അവിടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. 1. 2, അവിടുത്തെ കുവൈറ്റ് മുഹമ്മദി മുനിസിപ്പൽ ബ്രാഞ്ചിലെ അഡ്മിനിസ്ട്രേറ്റർമാരായ 3 പേര് കുവൈറ്റ് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് സം മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകരമായ കാര്യം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുവൈറ്റുകളായ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരു തെറ്റുമില്ലെങ്കിൽ. അപ്പോൾ ഒരു തെറ്റും അവിടെ നടന്നിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടും നിയമപരമായിട്ടുമാണ് നടന്നത് എന്നും നമ്മൾ ഇപ്പോൾ മുൻകൂട്ടി പറയേണ്ടതില്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം വരട്ടെ. അത്തരം രാജ്യങ്ങളിലും അത്തരം ചില ആ ഘട്ടത്തിൽ എനിക്ക് അങ്ങോട്ട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന എംബസിയെ പറ്റി അങ്ങ് കുറച്ചു മുമ്പ് അഭിമാന പുരസ്സരം സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവിടെ എത്തുന്നവരുടെ അങ്ങ് നേരത്തെ പറഞ്ഞു അവസ്ഥ വളരെ മോശമാണ് എന്ന്. അതിനെ സംബന്ധിച്ച് അങ്ങനെ മോശമായ സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എത്തുന്ന പ്രവാസികൾ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രത്തോളം മികച്ചതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടാവില്ലേ? ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ ഒരു പങ്കും ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും പങ്കുണ്ട്, ഒരു സംശയവുമില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവരിൽ കുറേ പേര് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപ്പാക്കാൻ പറ്റുന്നില്ല. ആ ഉദ്യോഗസ്ഥന്മാരിൽ ധാരാളം വീഴ്ചയുണ്ട്. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെപ്പോൾ തന്നെ അവിടെയും ഉദ്യോഗസ്ഥന്മാരിൽ വീഴ്ചയുണ്ട്, എനിക്ക് ഒരു സംശയവുമില്ല. അവരെല്ലാം വളരെ സ്തുത്യർഹമായ സേവനം. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് പ്രത്യേകിച്ച് തെറ്റൊന്നും കാണിച്ചിട്ടില്ല. അവരായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുക്കണം. ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും തെറ്റിയതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശക്തമായ നടപടിയെടുക്കണം, ഒരു സംശയവുമില്ല. ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സംശയം വേണ്ട, നടപടിയെടുക്കണം. ചൂണ്ടിക്കാണിച്ചാൽ ഞാനും അതിന് തയ്യാറാണ്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം മരിക്കുന്ന മലയാളികൾ അല്ല, ഒരു മിനിറ്റ് മാധു, ബാക്കിയെല്ലാം കയറുമ്പോൾ 2021 മെയ് 12 ഒരു മലയാളി മരിച്ചിരുന്നു. ഇസ്രായേലിൽ നിന്ന് മരിച്ച ഒരു സൗമ്യ സന്തോഷ് ഇതേ കേരളത്തിലെ ഈ പറയുന്ന എറണാകുളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും വരാഞ്ഞത്? എന്തുകൊണ്ടാണ് പുറപ്പെട്ട് പകുതി വരെ എത്തിയപ്പോൾ ഒരു MLA തിരിച്ചു പോയത്? അപ്പോൾ ഇത്തരം മലയാളികൾ മരിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം വരുന്നില്ല. ചില മലയാളികൾ ചില സ്ഥലത്ത് മരിക്കുമ്പോൾ ചിലർക്ക് ചില എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമാണ് ഇതിൽ ഇടപെടുന്നത് എന്ന് എല്ലാവരും പറയരുത്. ഞങ്ങളന്ന് അവിടെ പോയിരുന്നതാണ്. ഞാൻ ഈ സൗമ്യ സന്തോഷിൻ്റെ മരണകാരണത്തിൽ അന്ന് അവിടെ പോയിരുന്നതാണ്, ഇന്നും ഉണ്ടായിരുന്നു. ഞങ്ങളെ വലിയ വാർത്തയാവുകയും ചില വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നുണ്ടാവുകയും ചെയ്തു. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. എന്നിരുന്നാൽ പോലും ഇത്രയും അധികം ആളുകൾ മരിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവിൽ വലിയൊരു വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്കത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ സംസാരിക്കാതെ പോകുന്നുണ്ട്. അതിലൊന്നായി അത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ ജീവനും വിലപ്പെട്ടതാണ്. എവിടെ ആർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും എവിടെ ആർക്ക് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് പ്രധാനവുമാണ്.